ഹലോ മക്കളെ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് സയൻസ് പഠിച്ചാലോ? നമുക്ക് എല്ലാവർക്കും ഏറ്റവും ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ എപ്പോഴും എത്ര കഴിച്ചാലും മടുക്കാത്ത കുറച്ച് ഐറ്റംസ് ആണ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം വെജിറ്റബിൾസും ഫ്രൂട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെജിറ്റബിൾസിനേക്കാളും കൂടുതൽ നമുക്ക് ഇഷ്ടം എന്ത് കഴിക്കാനാണ്? ഫ്രൂട്ട്സ് കഴിക്കാനാണ് അല്ലെ? ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് ആരാ നൽകുന്നത്? പ്ലാന്റ്സ് ആണ് നൽകുന്നത്. അങ്ങനെ നമുക്ക് ആഹാരം നൽകുന്ന ഈ സസ്യങ്ങൾക്ക് അവരെവിടെ നിന്നാണ് ആഹാരം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ആഹാരം കിട്ടുന്നത് എന്ന് മക്കൾ ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ടേം ഉണ്ട്, പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ. ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ചിലപ്പോൾ ഉറക്കി ഇതിനെപ്പറ്റി വായിക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് യൂണിറ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോസിന്തസിസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് മക്കളെ ശരിക്കും ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ? ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ മൂന്ന് ചോദ്യത്തിന് ഉത്തരം ഓർത്താൽ മാത്രം മതി. ഒന്നാമത്തെ ചോദ്യം, ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ എന്തെല്ലാം ഘടകങ്ങൾ ആവശ്യമുണ്ട്? മൂന്നാമത്തെ ചോദ്യം, ഈ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്? അപ്പൊ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി മിസ് ഇതാണ്ട് ഒരു ചെറിയ ചെടി വരച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചെടി വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും? ഒരു സ്റ്റെമ്മൊക്കെ വരും, പിന്നെ എന്താണ്, ഒരു ഇലയൊക്കെ ഉണ്ടാവും. യെസ്, പിന്നെ എന്താണ്, ഒരു പൂവുണ്ടെങ്കിൽ നമുക്കൊരു പൂവും വരയ്ക്കാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ചെടി. പിന്നെ എന്ത് വേണം? വേര് വേണം, റൂട്ടും വേണം. അപ്പൊ മിസ് സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു ചെടി വരച്ചു. ഈ ചെടീന്റെ ബേസിലാണ് മിസ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഫോട്ടോസിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, ഫോട്ടോസിന്തസിസ് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം, എവിടെ വെച്ചായിരുന്നു ഇത് നടക്കുന്നത്? എവിടെ വെച്ചാണ് ഇത് നടക്കുന്നത്? യെസ്, ലീവ്സിൽ വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഇലകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ ഒരു ഇല നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലെ. ഇനി എന്തെല്ലാം സാധനങ്ങൾ, രണ്ടാമത്തെ ചോദ്യം, എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്? രണ്ട് സാധനങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഒന്ന് എന്താണ്? വാട്ടർ. വാട്ടർ ഏത് വഴിയാണ് ഈ പറയുന്ന ഇലകളിൽ എത്തിച്ചേരുന്നത്? റൂട്ട് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വെള്ളം കിട്ടുന്നത്. അപ്പൊ മണ്ണിന്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം, അതായത് വാട്ടർ വേരിലൂടെ എവിടെ എത്തുന്നു? വേരിലൂടെ സഞ്ചരിച്ച് തണ്ടിലൂടെ സഞ്ചരിച്ച് ഇലകളിൽ എത്തുന്നു. അത് മാത്രം മതിയോ? പോരാ, നമ്മുടെ സറൗണ്ടിങ്സ്, അതായത് ആ പ്ലാന്റ്സിന്റെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന വാതകവും ഈ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള ഘടകമാണ്. അപ്പം അന്തരീക്ഷത്തിൽ നിന്നും എന്തും കൂടി കിട്ടുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ്. മിസ് ഇവിടെ എഴുതുവാണേ, കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടി. ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്തായിരുന്നു? വാട്ടർ ഉണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഇൻഗ്രീഡിയന്റും കിട്ടി. ഇനി ഒരു ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം, ഊർജം വേണം. ഈ ഊർജം എവിടെ നിന്ന് നമുക്ക് കിട്ടും? ഊർജം തരുന്നതിനാണ് നമ്മുടെ സ്വന്തം സൂര്യനുള്ളത് അല്ലേ. സൂര്യനാണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഫോട്ടോസിന്തസിസിനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന പ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റും നമുക്ക് കിട്ടി. ഇനി ഇത് ആരാണ് ഉണ്ടാക്കുന്നത്? ഇലകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇലകളില് അവയ്ക്ക് പച്ച നിറത്തിന് കാരണമാകുന്ന ഒരു വർണ്ണകമുണ്ട്. അതിനെയാണ് നമ്മൾ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. ആ ഒരു പേര് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. എന്താണ്? ക്ലോറോഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഹരിതകം. ഈ ഹരിതകത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ, ഇലകളിൽ വെച്ച് സൂര്യപ്രകാശത്തിന്റെയും ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന് ഉത്തരം കിട്ടി. മൂന്നാമത്തെ ചോദ്യമാണ്, ഈ ഫോട്ടോസിന്തസിസ് വഴി എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുന്നത്? ഒന്നാമത്തേതും മെയിനും ആയിട്ടുള്ള ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഫോട്ടോസിന്തസിസ് നടന്നു കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇലകളിൽ നിന്നും എന്താണ്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല മക്കളെ, ഓക്സിജന്റെ കൂടെ തന്നെ ഗ്ലൂക്കോസും ഈ ഫോട്ടോസിന്തസിസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നുണ്ട്. എന്താണെടാ? ഗ്ലൂക്കോസ്. ഇവിടെ മിസ് എഴുതാട്ടോ, ഗ്ലൂക്കോസും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഓക്സിജനെയാണ് ഈ 5ാം ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുന്നത്. ഇവിടെ ഗ്ലൂക്കോസും ഉണ്ടാകുന്നുണ്ട് എന്ന് മക്കൾ ഓർത്തിരിക്കുക. ഇങ്ങനെയുള്ള ഗ്ലൂക്കോസ് ആണ് ഈ സ്റ്റാർച്ചിന്റെ രൂപത്തിൽ അല്ലെങ്കിൽ അന്നജത്തിന്റെ രൂപത്തിൽ നമ്മുടെ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
അത് ചിലപ്പോൾ വേരുകളിൽ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ തണ്ടുകളിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ രൂപത്തിൽ നമ്മൾ കഴിക്കുന്നത്. ഇപ്പൊ മക്കൾക്ക് മനസ്സിലായോ പ്ലാന്റ്സിൽ എങ്ങനെയാണ് ഫ്രൂട്ട്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ എങ്ങനെയാണ് നമുക്ക് വിശപ്പ് മാറുന്നതെന്ന്? എങ്ങനെയാണ് ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടുണ്ടാവുന്ന ഗ്ലൂക്കോസ് അന്നജമായിട്ടോ അല്ലെങ്കിൽ സ്റ്റാർച്ച് ആയിട്ടോ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഭാഗങ്ങൾ ചിലപ്പം ഫ്രൂട്ട്സ് ആയിരിക്കും, അതായത് ഈ പറയുന്ന റൂട്ടിൽ ചിലപ്പം എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കും, സ്റ്റെമ്മിൽ ചിലപ്പം സ്റ്റോർ ചെയ്ത് വെക്കും. അതൊക്കെ നമുക്ക് എന്താണ് ഭക്ഷ്യയോഗ്യമാണ്, നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഈ ഫ്രൂട്ട്സിന്റെ രൂപത്തിലും വെജിറ്റബിൾസിന്റെ രൂപത്തിലും ഒക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പം സിമ്പിൾ ആയിട്ട് ഫോട്ടോസിന്തസിസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ചിത്രത്തിലേക്കൊന്ന് നോക്കാം. ഫോട്ടോസിന്തസിസ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇലകളിൽ വെച്ചാണ് നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നുണ്ട്, വാട്ടർ വേരുകളിൽ നിന്ന് വരുന്നുണ്ട്, എനർജിക്ക് വേണ്ടി ഇവിടെ സൺലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം ഇലയ്ക്ക് പച്ച നിറം നൽകുന്ന ഒരു വർണ്ണ വസ്തുവാണ് കേട്ടോ, ഒരു വർണ്ണകമാണ്, ഒരു പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം. അതിന്റെ സഹായത്തിലാണ് നടക്കുന്നത്. എന്താണ് പുറത്തേക്ക് വിടുന്നത്? ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. അതിന്റെ കൂടെ തന്നെ ഗ്ലൂക്കോസ് എന്നും കൂട്ടുകാർ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാം. ഇനി നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രം നോക്കിക്കും. ഇവിടെ ഇതാ ഒരു ജനലുണ്ട് കേട്ടോ. ഈ ജനലിന്റെ ഇവിടെ ഇതാ സൂര്യൻ, അതായത് വെയില്, അത്ര ആലോചിച്ചാൽ മതി, ലൈറ്റ്. ഇനി മിസ് ഇതാ രണ്ട് ചെടി ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. രണ്ട് ചെടിയുണ്ട്, എ എന്ന് പറയുന്ന ഒരു ചെടിയും ബി എന്ന് പറയുന്ന ചെടിയും. എങ്ങനെയായിരിക്കും ചെടി വളരുന്നത്? നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു എന്താ പറയാ പുഴയുടെയൊക്കെ സൈഡിൽ വളരുന്ന തെങ്ങൊക്കെ പുഴയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വളഞ്ഞ് വളരുന്നതായിട്ട് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടിയാണ്? വെയില് തേടി പോകുന്നതാ അല്ലെ? നമുക്കറിയാം ഇങ്ങനെയൊന്നും ഒരിക്കലും ഒരു പ്ലാന്റ് വളരത്തില്ല. നേരെ മറിച്ച് ഇവിടെ ഒരു ജനലുള്ളത് കൊണ്ട് തന്നെ, അതായത് ജനലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ പ്രകാശം കൂടുതലുണ്ട്. ആ പ്രകാശം കൂടുതൽ കിട്ടുന്ന ഭാഗത്തേക്ക് അത് ചെരിഞ്ഞു വളരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂര്യപ്രകാശം കൂടുതലുള്ള സ്ഥലത്താണ് കൂടുതലായിട്ടും ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. സസ്യങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണ്, എനർജി ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വെയിലുള്ള ഭാഗത്തേക്ക് സസ്യങ്ങൾ ഇങ്ങനെ ചെരിഞ്ഞു വളരുന്നത് എന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. അപ്പൊ ചുരുക്കി പറയുവാണെങ്കിൽ ഫോട്ടോസിന്തസിസിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. എന്തൊക്കെ പഠിച്ചു നമ്മൾ? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ എന്ത് ഊർജമാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പേര്, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് സഹായിക്കുന്ന വർണ്ണകം ഏതാണ്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം ആണ്. ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നത് ഏതാണ്? ഓക്സിജൻ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഗ്ലൂക്കോസ് എന്ന മക്കളെ ഓർത്തിരിക്കാം. അപ്പൊ ഇതിനെപ്പറ്റി ബെറ്റർ ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ബേസിക് സയൻസിന്റെ എല്ലാ ക്ലാസ്സും നമുക്ക് ഇതുപോലെ സെറ്റാക്കി പവറാക്കി ഫുൾ എനർജറ്റിക് ആക്കാം. എനിവേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.